ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അത് നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. എണ്ണയിൽ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്കതിലേക്ക് എന്താ പറയുക, അരിപ്പൊടിയും ശർക്കരയൊക്കെയാണ് ചേർക്കുന്നത്, പഞ്ചസാരയൊന്നുമല്ല. അപ്പോൾ എല്ലാം കൊണ്ടും ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ 2 അച്ചും പിന്നെ ഒരു ചെറിയൊരു പീസ് കൂടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ആ ഒരു സമയം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. നട്ട്സും അതുപോലെ കിസ്മിസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും ബദാമും അതുപോലെ കിസ്മിസും എല്ലാം കൂടെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് എന്തായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ 2 കുഞ്ഞ് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ചെറുപഴം ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും ഇതിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് കൂടുതൽ സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് അതിലൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇത്രയും മതി. പിന്നെ നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഏലക്കായ കൂടെ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, ചെറിയൊരു ചൂടോടുകൂടെ തന്നെയാണ് കേട്ടോ. ആ ശർക്കര അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടൊക്കെയാണല്ലോ ഇലയുടെ നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ അത്ര പണിയൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ആ ഒരു ശർക്കര ഉരുക്കിയ വെള്ളത്തിനനുസരിച്ചാണ് നമ്മളിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് തിക്കായിട്ട് ഇത് റെഡിയാക്കി എടുക്കരുത്, കുറച്ച് ലൂസിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൂടെ ഏകദേശം വേണ്ടി വരും. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് കൂടെ അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 1/4 കപ്പാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് ലൂസിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പത്തിരി മാവിൻ്റെ അത്രയൊന്നും ടൈറ്റായിട്ട് വരരുത് കേട്ടോ. അപ്പോൾ അത് നല്ല ഹാർഡായിട്ട് ഉണ്ടാക്കി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതുപോലെ വാഴയിലെടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട്, അപ്പോൾ ഞാനിതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വാഴയില നമുക്ക് കറക്റ്റായിട്ടും ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വാട്ടിയെടുത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കുമ്പിളാക്കി പിടിച്ചിട്ട് നമ്മൾ ഇത് അതിലേക്കൊന്ന് നിറച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വെക്കുക. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് അങ്ങനെ അതിൽ നിറച്ചിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്ന അത്ര പണിയൊന്നുമില്ല. ഇലയുടെക്ക് നമുക്ക് ആദ്യം ഒന്ന് പരത്തണം, അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അത്ര പണിയൊന്നുമില്ല. അതുപോലെ തന്നെ വാട്ടിയെടുക്കുകയൊക്കെ വേണമല്ലോ പൊടി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഈ രീതിയിലാണ് ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മാവിൽ അരിപ്പൊടി കൂടി പോകരുത്, അപ്പോൾ ഇത് നല്ല ഹാർഡായി പോകും, കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അരിപ്പൊടി കൂടാതെ ശ്രദ്ധിക്കുക, ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റീമറിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ച ശേഷം അതിൻ്റെ മുകളിൽ ഇതെല്ലാം കൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇത് ടോട്ടലായിട്ടൊരു 14 ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരളവ് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 14 വരെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഇതിൽ വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഓപ്പൺ ആക്കി മതി. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം വെക്കുക കേട്ടോ. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്തിട്ട് അതിൽ നിന്ന് തൊലിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് വെക്കട്ടെ. നല്ല ചൂടുണ്ട്. ചൂടാറുമ്പോഴായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നമ്മൾ ഇലയുടെയൊക്കെ കഴിക്കുമ്പോഴൊക്കെ അങ്ങനെ ഒന്നുകൂടെ ചൂടാറുമ്പോഴായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതാ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് തൊലിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഉള്ളിൽ നട്ട്സൊക്കെ ഇട്ടുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ല കടിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്